ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ IRCTC-യിലൂടെ ഒരു ലോഗിൻ ID ചോദിക്കും. ആ ലോഗിൻ IDനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊന്ന് കാണാം. അതേപോലെ ചിലവർ ലോഗിൻ ID ക്രിയേറ്റ് ചെയ്ത് പോകും, പക്ഷേ ബുക്കിംഗ് ചെയ്യുമ്പോൾ അവർക്ക് ബുക്കിംഗ് ആവില്ലായിരിക്കാം. അതെന്താണെന്നുള്ള ഫുൾ പ്രോസസ് നമുക്കൊന്ന് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പ്ലേ സ്റ്റോറിൽ വന്നിട്ട് സെർച്ച് ചെയ്യുക IRCTC. ഇവിടെ കാണുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ID ക്രിയേറ്റ് ചെയ്യേണ്ട ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ ID മൊബൈൽ ഫോണിലൂടെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ കമ്പ്യൂട്ടറിലൂടെ ലോഗിൻ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഈ സെയിം ID ഇട്ട് കൊടുത്താൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഈ പോപ്പപ്പിനെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇന്റർഫേസ് വന്നിട്ട് ഇതേപോലെ ഉണ്ടാകും. ഇവിടെ നമുക്ക് കുറേ സർവീസസ് കാണാൻ പറ്റും. ഈ സർവീസസിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ID വേണം. ഫസ്റ്റ് നമുക്ക് ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് നമ്മൾ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ യൂസർ ID ആൻഡ് പാസ്വേഡ് ചോദിക്കുന്നുണ്ടാകും. നമ്മുടെ കയ്യിൽ ID ഇല്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ രജിസ്റ്റർ യൂസറിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ഇവിടെ നേരത്തെ കാര്യം ഫോം വന്നിട്ട് ഇപ്പൊ ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓക്കെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് യൂസർ നെയിം കൊടുക്കാൻ പറയും. യൂസർ നെയിം എന്ന് വെച്ചാൽ നിങ്ങളെ പേരും അതിന്റെ കൂടെ ഒരു ചില നമ്പറുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതെന്ന് വെച്ചാൽ ഒരു യൂണിക് നെയിം ആയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇതുവരെയ്ക്കും ആരും യൂസ് ചെയ്യാത്ത ഒരു യൂണിക് ID നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ ഓരോ പേര് നമ്പർ വെച്ച് കൊടുക്കുമ്പോൾ ഇവിടെ നോട്ട് അവൈലബിൾ എന്ന് കാണിക്കും. അതിനെ അവൈലബിൾ ആക്കണം. അതുകൊണ്ട് നിങ്ങളെ പേരും അതിനുശേഷം വ്യത്യാസം നമ്പറുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ നിങ്ങളെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ആധാർ കാർഡിൽ കിടക്കുന്ന ഫുൾ നെയിം ഇവിടെ സെയിം ടു സെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡിന്റെ കാര്യത്തിൽ ഇവിടെ 10 to 15 ക്യാരക്ടറിൽ പാസ്വേഡ് ഉണ്ടാകണം. അതേപോലെ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് ക്യാരക്ടർ വന്നിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ ഉണ്ടാകണം. ബാക്കിയുള്ളത് സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇടയിൽ ഏതെങ്കിലും ഒരു സിമ്പിൾ കൊടുക്കുക. അതിനുശേഷം നമ്പറുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ട താഴെ ഇവിടെ രീതി പറഞ്ഞിട്ടുണ്ടാകും. ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് കൺഫേം സെക്ഷനിൽ വരണം. ഇവിടെ നമുക്ക് റിപ്പീറ്റ് ആ സെയിം ടു സെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇമെയിൽ സെക്ഷനിൽ നിങ്ങൾ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ കൺട്രി സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ മുകളിൽ കാണുന്ന സെയിം ടു സെയിം ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ കൺഫർമേഷൻ പോപ്പപ്പ് ഓപ്പൺ ആകും. ഇവിടെ നിങ്ങളെ ഇമെയിൽ IDയും ഫോൺ നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. ഇത് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക. എന്താന്ന് വെച്ചാൽ നിങ്ങളെ ഫോണിൽ ഒരു OTP വരും. ഈ ഒരു മൊബൈൽ നമ്പറിലൂടെയും നിങ്ങളെ മെയിൽ IDയിലൂടെയും ഒരു OTP വരും. അതിനെ വെച്ച് നമുക്ക് ഇവിടെ വെരിഫൈ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമുക്കിവിടെ ഓക്കെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളെ മൊബൈൽ നമ്പറിൽ വന്ന OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ മെയിൽ IDയിൽ വന്ന ഈ ഒരു OTP വന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ഇമെയിൽ ആഡ് മൊബൈൽ വിത്ത് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ നമ്മളെ ഇമെയിൽ IDയും ഫോൺ നമ്പറിലൂടെ നമ്മളെ വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ടിക്കറ്റ് വന്നിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ അതിന് മുമ്പേ കുറേ ഡീറ്റെയിൽസ് ഇനിയും കൊടുക്കണം. ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ അക്കൗണ്ട് വന്നിട്ട് ഇന്നാക്റ്റീവ് ആയി പോകും. അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ കാണുന്ന കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമുക്കിവിടെ അഡീഷണൽ ഇൻഫർമേഷനുകൾ കൊടുക്കേണ്ട ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ടാകും. ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒന്നും കൊടുക്കരുത്. നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കണം. നിങ്ങൾ ആധാർ കാർഡിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾക്ക് അഡ്രസ് ഫില്ല് ചെയ്ത് കൊടുക്കണം. നിങ്ങളെ അഡ്രസ് വന്നിട്ട് നിങ്ങൾ ആധാർ കാർഡിൽ എങ്ങനെയുണ്ടോ ആ അഡ്രസ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഹൗസ് നമ്പറോ അതോ റൂം നമ്പറോ ബിൽഡിങ്ങിന്റെ പേരോ അതോ എന്തെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് നിങ്ങളെ പിൻകോഡ് ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സെലക്ട് സിറ്റിയിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ സിറ്റി ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ പോസ്റ്റ് ഓഫീസ് ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ എല്ലാ ഇൻഫർമേഷൻ ഫിൽ ചെയ്തതിനു ശേഷം ഇവിടെ ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രി ഓപ്ഷൻ കാണിക്കും. ഇതിൽ നമുക്ക് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് ഇവിടെ നമുക്ക് കൺഗ്രാജുലേഷൻ എന്നൊരു പോപ്പപ്പ് ഓപ്പൺ ആകും. ഇപ്പൊ ഇവിടെ നമ്മൾ പ്രൊഫൈൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇനിയും കുറെ ഇൻഫർമേഷൻ കൊടുക്കാനുണ്ട്. ആ ഇൻഫർമേഷൻ കൂടെ നമുക്ക് ഇവിടെ ഫുൾ ആയിട്ട് കൊടുക്കണം. എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് 30 മിനിറ്റ്സ് വന്നിട്ട് ആധാർ യൂസേഴ്സിന് മാത്രം തന്നെ യൂസ് ആകും. സോ നമ്മളെ കയ്യിൽ എല്ലാവരിലും ആധാർ കാർഡ് ഉണ്ടാകും. ആധാർ കാർഡ് ഇവിടെ കൊടുത്തതിനു ശേഷം നമ്മളെ സർവീസസ് ഏതൊക്കെ എനേബിൾ ആകും നമുക്കിവിടെ കാണാം. ആധാർ കാർഡിന് എങ്ങനെ കൊടുക്കുക, നമ്മളെ സർവീസസിനെ എങ്ങനെ ആക്സസ് ചെയ്യാൻ നമുക്കൊന്ന് കാണാം. അതിനുവേണ്ടി നമുക്കിവിടെ ഓക്കെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നമ്മൾ ID വന്നിട്ട് ക്രിയേറ്റ് ആയി. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഡാഷ്ബോർഡിൽ വരണം. നെക്സ്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത യൂസർ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിനു ശേഷം നിങ്ങളെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോഗിൻ വിത്ത് OTP വെരിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇവിടെ സൈഡിൽ കാണുന്ന സെയിം ടു സെയിം ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾ ലോഗിൻ ആയതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു പിൻ സെറ്റ് ചെയ്യാൻ പറയും. ഇവിടെ നിങ്ങൾ ഇഷ്ടമുള്ള ഏതെങ്കിലും പിൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ പിൻ സെറ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും സമയത്തിൽ തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ID വന്നിട്ട് ലോഗൗട്ട് ആയിട്ടുണ്ടാകും. ആ സമയം നിങ്ങൾ ID പെട്ടെന്ന് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പിൻ യൂസ് ആകും. സോ ഇവിടെ നിങ്ങളെ പിൻ വന്നിട്ട് ഫസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ കാണുന്നത് നിങ്ങളെ ബയോമെട്രിക് ഓതന്റിക്കേഷൻ. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഉറപ്പായിട്ട് ഇനേബിൾ ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങൾ എപ്പോഴെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ ലോഗിൻ ചോദിക്കും. അപ്പോൾ നിങ്ങളെ ഫേസ് IDയും ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇവിടെ എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ എന്ന് കൊടുക്കുക. ഇതേപോലെ നമ്മളെ പിൻ വന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ടാകും. എന്താണെന്ന് വെച്ചാൽ 12 ഒക്ടോബർ മുതൽ നിങ്ങൾ ആധാർ ഓതന്റിക്കേഷൻ വഴി ചെയ്യാൻ മാൻഡറ്ററി ആണ്. ജനറൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അതോ അഡ്വാൻസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ അക്കൗണ്ട് ടാപ്പിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളെ പ്രൊഫൈൽ വന്നിട്ട് ഷോ ആകും. സോ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഓതന്റിക്കേറ്റ് യൂസർ. സോ നമ്മളെ ആധാർ കാർഡ് വന്നിട്ട് നമുക്ക് ഇവിടെ കൂടി ആഡ് ചെയ്യണം. സോ ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഓതന്റിക്കേഷൻ ടൈപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പാൻ കാർഡും ആധാർ കാർഡും കാണിക്കുന്നുണ്ടാകും. സോ നമുക്കിവിടെ ആധാർ കാർഡ് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഐ കൺഫേം ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം സെൻഡ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ആധാർ കാർഡിൽ ഏതാണ് മൊബൈൽ നമ്പർ ലിങ്ക് ആണോ ആ മൊബൈൽ നമ്പറിലൂടെ ഒരു OTP പോയിട്ടുണ്ടാകും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പ് നിങ്ങൾ ആധാർ കാർഡിൽ കിടക്കുന്ന പോലത്തെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് കൂടെ ചെക്ക് ചെയ്യുക. അങ്ങനെ കറക്റ്റ് ഇല്ലെങ്കിൽ നിങ്ങളെ പ്രൊഫൈലിൽ പോയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത്. എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിലോട്ട് നിങ്ങൾ ആധാർ ഓതന്റിക്കേഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല. അതുകൊണ്ട് കറക്റ്റ് ആയിരിക്കണം ഡീറ്റെയിൽ എല്ലാം. എൻ്റെ കേസിലെല്ലാം കറക്റ്റ് ആണ്. സോ എൻ്റെ ആധാർ കാർഡിലൂടെ ഒരു OTP വന്നിട്ടുണ്ട്. ഞാൻ അതിനെ ഇവിടെ വെരിഫൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അപ്ഡേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നമ്മൾ ആധാർ ഓതന്റിക്കേഷൻ വന്നിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇവിടെ നമ്മളെ KYC വന്നിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇവിടെ നോട്ടീസിൽ കാണുമ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു വാലറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് IDയിലൂടെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ചില എമൗണ്ടുകൾ നിങ്ങൾ ഇതിലൂടെ ഈ ആപ്ലിക്കേഷനിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഇതിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് UPIയിലൂടെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യേണ്ട ഓപ്ഷനുകൾ കാണിക്കും. അതിലൂടെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഇതിനേക്കാളും ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ആധാർ കാർഡ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് വന്നിട്ട് നിങ്ങൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു മാസത്തിൽ ഒരു 12 ടിക്കറ്റുകൾ തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഒരു മാസത്തിൽ 24 ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമ്മളിവിടെ വീണ്ടും ഓതന്റിക്കേറ്റ് യൂസറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഇവിടെ ആധാർ ഓതന്റിക്കേഷൻ ഒന്ന് സക്സസ്ഫുള്ളി വെരിഫിക്കേഷൻ ആയിട്ടുണ്ട്. അതേപോലെ നമ്മളെ IDയും നമ്മളെ ഏതൊക്കെ കോംപ്ലൈൻസ് ഉണ്ടോ എല്ലാ പ്രോസസ്സ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇനിയൊരു കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ പാസഞ്ചറിന്റെ ഓരോ നെയിമുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ സമയത്തിൽ നിങ്ങളെ ഫാമിലിയിലുള്ള എല്ലാവരുടെ പേര് വന്നിട്ട് നേരത്തെ തന്നെ ആഡ് ചെയ്ത് വെച്ചിരിക്കാൻ പറ്റും. അതോ നിങ്ങൾക്ക് ഇവിടെ ആധാറിലൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. അതിനുവേണ്ടി നമുക്ക് ഇവിടെ മൈ മാസ്റ്റർ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യണം. അതേപോലെ നിങ്ങൾ എപ്പോഴെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ പാസഞ്ചറിന്റെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള പാസഞ്ചറിന്റെ ഓട്ടോമാറ്റിക്കലി അവിടെ നിങ്ങൾക്ക് റീഡയറക്റ്റ് ആയി കാണിക്കും. സോ അതുവഴി നിങ്ങൾക്ക് പെട്ടെന്ന് പാസഞ്ചറിനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇവിടെ ആധാർ ഓതന്റിക്കേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ പാസഞ്ചറിന്റെ എല്ലാവരുടെ പേര് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ പേര് ഇവിടെ ഓൾറെഡി കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെരിഫിക്കേഷൻ ചെയ്തുകൊണ്ട് നമ്മളെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ പുതിയ പേരുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആഡ് പാസഞ്ചറിൽ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് ഇവിടെ പാസഞ്ചറിന്റെ പേര് കൊടുക്കണം. നെക്സ്റ്റ് പാസഞ്ചറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ബർത്ത് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും. ഇവിടെ ലോവർ ആണോ, വയസ്സായവരാണെങ്കിൽ സൈഡ് ലോവർ ആണോ, അപ്പർ ആണോ, മിഡിൽ ആണോ എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് മൈൽ പ്രിഫറൻസ് നിങ്ങൾ വെജ് ആണോ നോൺ വെജ് ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ID ടൈപ്പിൽ നിങ്ങൾ എപ്പോഴും ആധാർ കാർഡ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ആഡ് പാസഞ്ചറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഫ്രണ്ടിൽ കൺഫർമേഷൻ സക്സസ് എന്ന് കാണിക്കും. അതേപോലെ നമ്മൾ പാസഞ്ചറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ എൻ്റെ പേര് ആധാറിലൂടെ വെരിഫിക്കേഷൻ ചെയ്ത പോലെ അവരെയും നമ്മൾ ആധാറിലൂടെ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞു. എന്ന് വെച്ചാൽ നിങ്ങളെ വീട്ടിൻ്റെ ആരാണോ മെയിൻ ആള് അവരെ ആധാറിലൂടെ ഒരു OTP പോയിട്ടുണ്ടാകും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി പാസഞ്ചറിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു OTPയും പോകില്ല. ഇതേപോലെ നമുക്ക് നേരത്തെ തന്നെ ആഡ് ചെയ്ത് വെച്ചിരിക്കാൻ പറ്റും. ഇനി നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ട്രെയിനിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് സ്റ്റേഷനിലൂടെ ട്രാവൽ ചെയ്യാൻ നോക്കുന്നോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് സ്റ്റേഷൻ നിങ്ങൾക്ക് ഇറങ്ങണോ ആ സ്റ്റേഷന്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഏത് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പോകണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സ്ലീപ്പർ ആണെങ്കിൽ സ്ലീപ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഏത് ഡേറ്റിലാണോ പോകാൻ നോക്കുന്നോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സെർച്ച് ട്രെയിനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ട്രെയിനുകളുടെ ഓരോ ലിസ്റ്റുകൾ വന്നിട്ടുണ്ടാകും. ആ ഏത് ട്രെയിനിലാണ് നിങ്ങൾ പോകാൻ നോക്കുന്നോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക.
ഇവിടെ നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് അവൈലബിലിറ്റി ഇവിടെ കാണിക്കും. അതിന്റെ കൂടെ തന്നെ ഇവിടെ പേർ എത്രയാവും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ് അതേപോലെ നമ്മൾ ഇതിൽ എത്ര പാസഞ്ചറുകളുണ്ടോ ഇവിടെ നമ്മൾ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ പാസഞ്ചർ ലിസ്റ്റുകൾ ഇവിടെ കാണിക്കും. നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള ലിസ്റ്റുകൾ ഇവിടെ കാണിക്കും. അതിന്റെ കൂടെ ഏതെങ്കിലും കൊച്ചു പിള്ളേരാണെങ്കിൽ ഇവിടെ ആഡ് ഇൻഫന്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പേയ്മെന്റ് ചെയ്യാൻ ചോദിക്കും. ഇവിടെ ഏത് പേയ്മെന്റിലൂടെ നിങ്ങൾ ചെയ്യാൻ നോക്കുന്നോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ UPIയിലൂടെ പേയ്മെന്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. സോ UPIയിലൂടെ നമുക്ക് പേയ്മെന്റ് ചെയ്ത് കൊടുക്കാം. അഥവാ വാളറ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ വാളറ്റിലൂടെ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ടിക്കറ്റ് വന്നിട്ട് ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാകും. ഇതേപോലെ നമ്മൾ ടിക്കറ്റ് വന്നിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എല്ലാ ഡീറ്റെയിലും കാണിക്കും. അതേപോലെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ലൈവ് വീഡിയോ എന്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വന്നിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ പോയിട്ട് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാം. അതേപോലെ നമ്മൾ തത്കാല ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതിന്റെ തനി പ്രോസസ്സാണ്. അതിൽ ടൈമിംഗ് ഡിപ്പെൻഡ് ചെയ്യും. അതിന്റെ ഒരു സെപ്പറേറ്റ് ലൈവ് വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയുവാൻ നമ്മളെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. ബൈ.